പരിശുദ്ധമായ മദീനത്തെത്താൻ കൊതിക്കണം നമ്മൾ. ആ കൊതിയോടുകൂടി കടന്നു വരുമ്പോ അൽഹംദുലില്ലാഹ്, ആ കൊതി എപ്പോഴെങ്കിലും മരിക്കുന്നതിന് മുമ്പിട്ടൊരു ത്യാഗസ്മരണയായി കടന്നു വരുന്നതാണ്. അള്ളാഹു ആഫിയത്തുള്ളപ്പോ, അള്ളാഹു സമ്പാദ്യം തരുമ്പോ നമ്മൾ പോകണ്ടേ? അതാ ഒരു പെണ്ണ് കടന്നു പോവുകയാണ് മദീനയെ ലക്ഷ്യം വെച്ച്. പെങ്ങന്മാര്, ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ ദാറുസ്സലാം കേൾക്കുന്നവരാണ്. എന്നാൽ അവരോട് ഞാൻ പറയുകയാണ്, അള്ളാഹുവേ, 19 വയസ്സ് മാത്രം പ്രായം വരുന്ന, 17, 18, 19 വയസ്സ് പ്രായമുള്ള ഒരു പെണ്ണ് നടക്കുകയാണ്. എവിടത്തേക്ക്? ഇലൽ മദീന. 19 വയസ്സേ പ്രായമുള്ളൂ പെണ്ണ് നടക്കുന്നതെങ്ങനെ? നല്ലതുപോലെ മുന്നോട്ട് നോക്കിയല്ല, ഒരീന്തപ്പന മടലിന്റെ സഹായത്തോട് നടക്കുന്നു. കാരണം എന്താ? പെണ്ണിനെ കാണാനോ അഴകിൽ വീരിഞ്ഞോരു കുസുമമാണ് ആ പെണ്ണവള്, കാണാനും ചേലുണ്ട് പുണ്യമായൊരു പൂവിതള്, കാഴ്ചയുമില്ല ഒരു കുറവ് അവളില, മടലിൻ സഹായത്തിൽ പോയിടുന്നൊരു പൂവിതള്. പെണ്ണിനെ കാണാൻ നല്ല മഞ്ചാണ്, ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന മുഖ സൗന്ദര്യമുള്ള പെണ്ണ്. പക്ഷേ പെണ്ണിന് ഒരേ ഒരു കുറവേ ഉള്ളൂ, അല്ലാഹ് കണ്ണ് തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷേ ആ കണ്ണിന്റെ കാഴ്ച കൊടുത്തിട്ടില്ല. പക്ഷേ മനസ്സിൽ ഒരാഗ്രഹം, നിലൽ മദീന, മദീനത്തെത്തണമെന്ന്, അള്ളാന്റെ പ്രവാചകരെ കാണണമെന്ന്, റസൂലുള്ളാന്റെ അരികത്ത് എത്തണമെന്ന് ആ പെണ്ണിന്റെ മനസ്സിങ്ങനെ കൊതിച്ചു കൊതിച്ച് ഒരു ദിവസം നടക്കുമ്പോ പലവട്ടം വഴിയവിടം തെറ്റാറുണ്ട്. ഇന്നിപ്പം മക്കത്തും മദീനത്തും പോണ ചില ആളുകളുടെ കഥ പറയണം. ചില ആളുകൾ ഈ അമീറന്മാരായ ഉസ്താദുമാര് ഹജ്ജിന് ഉംറയ്ക്ക് കൊണ്ടുപോകും. അപ്പൊ ചില ഉമ്മമാര് പറയും, ഞാൻ കാശ് മുടക്കി ഇവിടെ വന്നത്. ഉസ്താമാര് പറയും, ഉമ്മമാരെ നിങ്ങൾ ഇറങ്ങി പോവല്ലേ, വഴി തെറ്റിപ്പോകും. കാരണം ഒരുപാട് വഴികൾ, ഒരുപാട് റോഡുകളുണ്ട്. അപ്പൊ ചില ഉമ്മമാര് പറയും, ഞാൻ ഇവിടം വരെ വന്ന് വെറുതെ അല്ല, ഈ കാശ് മുടക്കിയിട്ട് വന്നതേ, ഇത് ഫുള്ള് ചുറ്റിക്കറങ്ങി കാണാനാണ്. ആയിക്കോട്ടെ. അങ്ങനെ ഒരു ഉസ്താദിന്റെ കൂട്ടത്തില് ഒരു ഉമ്മ അവിടെ എത്തി. ചില സമയത്ത് വഴിയൊക്കെ തെറ്റിപ്പോകും. ഒരു ഉസ്താദിന്റെ കൂട്ടത്തിൽ ഒരു ഉമ്മ പോയി. ആ ഉമ്മ പോയിട്ട് ആ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ പറഞ്ഞു പോവല്ലേ, ഞാൻ ഈ ഇത്രയും പൈസ എണ്ണി കൊടുത്ത് ഇങ്ങോട്ട് വന്നതേ വെറുതെ അല്ല, ഇവിടെ ഒന്ന് കാണാനാ. അന്ന് വഴിതെറ്റി. ഒരു 12 മണിവരെയൊക്കെ ആയപ്പോൾ ആളിനെ കാണാനില്ല. ഭക്ഷണം കഴിച്ച് എല്ലാരും ഭക്ഷണം കഴിച്ച് അല്പം ഒന്ന് കിടന്നിട്ട് ഈ പാവപ്പെട്ട ആളിനെ കാണാനില്ല. കാരണം ഫുള്ള് ചുറ്റിക്കറ. കാരണം എന്താ? വഴി അറിയാൻ വയ്യ. അപ്പൊ അവരുടെ നീയത്തോലെ കറങ്ങിക്കൊണ്ടേയിരിക്കും എല്ലാ സ്ഥലങ്ങളിലും, ഫുള്ള് കറക്കം തന്നെ. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഉസ്താദിനെ തന്നിട്ട്, ഉസ്താദേ അൽഹംദുലില്ലാ, വളരെ സന്തോഷകരമായിട്ടാണ്, അൽഹംദുലില്ലാ, വളരെ സന്തോഷകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ നല്ലതുപോലെ ഞാനൊന്ന് പോവുകയാണ്. നിങ്ങൾക്ക് അറിയോ, വഴി അറിയോ? നിങ്ങൾ എന്ത് ചോദിച്ചത്? ഞാൻ ഇത്രയും ദിവസമായിട്ട് പിന്നെ വഴി കണ്ടുപിടിക്കാതെയാണ്. ഒരു ദിവസം ഫുള്ള് കറക്കം തന്നെ കാണാനില്ല. ചില മനുഷ്യന്മാരങ്ങനെ അമീർമാര് പറഞ്ഞേക്കൂല, അങ്ങോട്ട് ഒരു പോക്ക് ഇല്ലേ. ചില ഉമ്മമാര് റബ്ബേ ഉംറയ്ക്കൊക്കെ പോയിട്ട് അറബികളുടെ പോയിട്ട് മലയാളത്തിൽ കൊണ്ട് ചോദിക്കണ ചോദ്യം കേട്ടണ്ടല്ലേ, സഹിക്കില്ല. മോൻ ഇത് എത്ര രൂപ ചോദിക്കുക അറബികളുടെ. അപ്പൊ ഏതായാലും വഴിതെറ്റാണ്. ആ പെണ്ണിനും വഴിതെറ്റുകയാണ്. വഴിതെറ്റിയപ്പോ ഈ പെണ്ണവിടന്ന് 2 കരങ്ങളങ്ങ് ഉയർത്തിയിട്ട് റബ്ബിനോട് പറഞ്ഞു, അല്ലാഹ്, എനിക്കെന്റെ ആഗ്രഹം ഒന്നേ ഉള്ളൂ. ദുനിയാവിന്റെ സുഖമല്ല, സൗന്ദര്യമല്ല, സൗകര്യമല്ല. പിന്നെ എന്റെ കൽബിന്റെ ഉള്ളിലുള്ള ആഗ്രഹം അള്ളാന്റെ റസൂലിന്റെ മദീനയാണ്. ആ റസൂലുള്ളാന്റെ കൊട്ടാരമാണ്. എന്നെ എത്തിക്കണം റബ്ബേ, എന്നെ എത്തിക്കണേ അല്ലാഹുവേ. ഈ പെണ്ണങ്ങനെ ഇരിക്കുമ്പോ, പെണ്ണ് വടിയിടിച്ച് പിടിച്ചിരിക്കുമ്പോ, പടച്ച റബ്ബേ, ചരിത്രങ്ങൾ നോക്കിയാ കാണാം, ഈ പെണ്ണിന്റെ വടിയിൽ ആരോ പിടിക്കുന്നുണ്ട്. ഈ പെണ്ണവിടെ നിന്ന് പിടിച്ച പാട് എഴുന്നേറ്റു. ആരാണെന്ന് ചോദിച്ചു.
ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല. ഈ പെണ്ണ് വടിയിൽ ഇങ്ങനെ പിടിച്ചു നടന്ന് അവസാനം അവിടെ എത്തുമ്പോൾ ആരോ പറയുന്നു, മോളെ നീ എത്തിയത് മദീനത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ ഖബർ ഷരീഫിന്റെ അരികത്താണ് മോളെ നീ എന്ന് പറഞ്ഞപ്പോ പെണ്ണ് അവിടെ വെച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി ഒരു ദുആ, അല്ലാഹുവേ ഞാൻ വന്നത് മുത്തുനബിയുടെ മുമ്പിലാണ്, ഈ ഹബീബിന്റെ ഈ പുണ്യഭൂമിയുടെ ബറക്കത്ത് കൊണ്ട് എന്റെ കണ്ണിന്റെ കാഴ്ച അങ്ങ് തരണേ റബ്ബേ. അന്ന് ദുആ ചെയ്ത് പെണ്ണ് ഉറങ്ങുകയാണ്. ഉറങ്ങിയിട്ട് കണ്ണ് മെല്ലെ തുറക്കുമ്പോ അല്ലാഹുവേ മദീനയുടെ ആ കൊട്ടാരം ഇങ്ങനെ കാണുകയാണ്. സൂര്യൻ ഉദിച്ചു നിൽക്കുന്നുണ്ട്. കാണാൻ അത്ര ഭംഗിയുള്ള സ്ഥലം. നോക്കുമ്പോ തൊട്ടടുത്തൊരു ഒട്ടകം നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോ ഈ പെണ്ണ് പറഞ്ഞു, ഈ മൃഗത്തിന്റെ അടുക്കലാണോ ഞാൻ നിൽക്കുന്നത്? അപ്പോഴാണ് വയസ്സായ ഒരു ഉമ്മ പറഞ്ഞത്, മോളെ നിന്റെ വടിയിൽ പിടിച്ചു വന്നത് ഈ ഒട്ടകമാണ് മോളെ. കാരണം എന്തെന്നറിയോ? നിന്റെ ആഗ്രഹമാണ്. വടിയിൽ പിടിച്ചു വന്നാര ഒട്ടകം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഒട്ടകത്തിന്റെ അരികിലേക്ക് ഇങ്ങനെ ചെന്നിട്ട് ഒട്ടകത്തിന്റെ ആ മുഖത്ത് നോക്കി ചിരിച്ചു. അപ്പൊ നിങ്ങൾ പറയും ഈ പെണ്ണെന്താ വട്ടാന്ന്? കാരണം നാക്കാരിയുടെ മുഖത്ത് നോക്കി ചിരിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും? ഈ ഇരിക്കണം നിങ്ങൾ ആരെങ്കിലും പോയിട്ട് ഏതെങ്കിലും പോത്തിന് പോയി ഹീന അടിച്ചു കൊടുത്താൽ കാണിക്കണം, അത്ര ഓർമ്മ ഉണ്ടാവും. ഭിത്തിയിലൊട്ടിരിക്കൂലേ അല്ലേ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അല്ലെ, നമ്മളൊക്കെ നമുക്കറിയാം ഈ നായ്ക്കളുടെ മുമ്പിൽ പോയിട്ട് ചിരിക്കാൻ പാടില്ല. നായ്ക്കളുടെ മുമ്പിൽ പിടിച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ കൊണ്ട് ഇടിച്ച് കാണിച്ചു കൊടുക്കും. അപ്പാനെ കൊണ്ട് ദേഷ്യം കൊടുക്കും, കളിയാക്കാൻ കൂടെ പറ്റി കടിക്കും. അത് ഇല്ലേ? മൃഗത്തിന്റെ മുമ്പിൽ പോയിട്ട് പെണ്ണ് ചിരിച്ചു ഇല്ലേ? ആ സമയത്താണ് പെണ്ണ് വീണ്ടും അറിയാതെ ഉറങ്ങിപ്പോകുന്നത്. ആ ഉറക്കത്തിൽ കടന്നു വരുന്നു ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. കാണാനും ചേലഴകാണ്, സുന്ദരമായൊരു വദനവുമാണ്, അളവറ്റ കാരുണ്യത്തിൻ പൂങ്കടൽ നൂറാണ്. ആരാ കടന്നു വരുന്ന? അള്ളാന്റെ പ്രവാചകര്. അപ്പൊ അതുകൊണ്ട് മദീനയുടെ മുത്ത് കടന്നു വന്നു. ആ കിനാവിൽ ഇങ്ങനെ കടന്നു വന്നപ്പോഴെത്ര സന്തോഷമായി. പെണ്ണവിടന്ന് കരഞ്ഞു കലങ്ങിയിട്ട് പറഞ്ഞു, റബ്ബേ ഞാനത്ര കൊതിച്ചതാണ്. അല്ലാഹുവേ ഈ പെണ്ണെന്നൊരു ദുആ ചെയ്തു. പടച്ചോനേ അല്ലാഹുവേ ആരോഗ്യമുള്ള സമയത്ത് ഹജ്ജും ഉംറയും ചെയ്യാൻ എനിക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ എനിക്കൊരു 6 പശുക്കളുണ്ട്, ഇതിനൊക്കെ നോക്കണം. 6 പശുക്കളുണ്ട്, നോക്കണം. പിന്നെ മക്കള് സ്കൂളിൽ പോകുന്നുണ്ട്, അവരെ നോക്കണം, പഠിക്കണം, എക്സാം ആണ്, ഓക്കെ എല്ലാം ശരിയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഉംറയ്ക്ക് പോവോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഹജ്ജിന് പോവോ? അല്ലേ? ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളാ പറയാ. കിട്ടുന്ന ഒരവസരത്തിൽ നമ്മൾ കടന്നു പോകണം. അവിടെ ചെന്നിട്ട് ചരിത്രങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന മദീന നമ്മൾ കാണണം, മക്ക മുക്കറമ നമ്മൾ കാണണം, ഹബീബ് അവിടുന്ന് ക്ലാസ് എടുത്ത പള്ളി കാണണം, റസൂലുള്ളാഹി നിങ്ങൾക്ക് തണലിട്ട് കൊടുത്ത മസ്ജിദുൽ ഗമാമ കാണണം, മഴ പെയ്തു പോയ തണലിട്ട് കൊടുത്ത അങ്ങനെ പല അത്ഭുതങ്ങൾ നിറഞ്ഞ മദീന കാണണം. അത് മാത്രവുമല്ല പരിശുദ്ധമായ ഉഹദ് കാണണം. അംബിയ രാജാവിൻ മൊഴികൾ ലംഘിച്ചാനേ ഉഹദിൽ അമ്പരനോടിയ മക്കികൾ വിജയം വരിച്ചാനേ. ഖാത്തിം നബിയുടെ കൽപ്പനക്കെതിരായി നീങ്ങിയതാലേ സഹബര് കരഞ്ഞു കരളു കുതിർന്ന് കണ്ണീരാലേ. പരിശുദ്ധമായ ഉഹദ് കാണണം, ഉഹദിന്റെ രണാകണം, ഉഹദിന്റെ മലമുകള്, അതുപോലെ മസ്ജിദുൽ അല്ലാഹുവേ ജബലുന്നൂർ അതെല്ലാം കാണണം. അറഫ മൈതാനി കാണണം. അതൊക്കെ കാണുമ്പോ അറിയാതെ മനസ്സൊന്ന് പൊട്ടും. ഇവിടെ റസൂലുള്ള വന്നു പോയതാണ്. ഹബീബിന്റെ പാദസ്പർശനമേറ്റ് പുളകിതമായ മണൽപ്പരപ്പാൻ. റസൂലുള്ളാഹിന്റെ പാദസ്പർശനമേറ്റ് പുളകിതമായിട്ടുള്ള മണൽപ്പരപ്പാൻ അല്ലേ? കാണണ്ടേ നമുക്കത്? ഹിന്ദ് കരളുയെടുത്തു കടിച്ചു പറിച്ചു തുപ്പിത്തള്ളി, കൂടൽ മാലയെടുത്തു കഴുത്തിലണിഞ്ഞ് നൃത്തം തുള്ളി.
ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട മക്ബറ. അവിടെ പോയൊരു ഫാത്തിഹയോദണ്ടേ നമുക്ക്. അവിടെ ചെന്ന് നിൽക്കണം ഉഹദിന്റെ ചാരെ. ആ ഉഹദിന്റെ ചരിത്രം ഇങ്ങനെ പറയുമ്പോ അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്നുണ്ട് മഹാനായ ഹംസത്തുൽ ഖറാർ. എപ്പോഴാണ് അള്ളാഹു നമുക്ക് സൗകര്യം തരിക, ഏതൊരു സമയത്താണ് അള്ളാഹു നമുക്ക് സന്തോഷം തരിക, ആ സമയം നമ്മൾ അവിടെ എത്തണം. അതൊരു പുണ്യമാണ് അല്ലെ. അങ്ങനെ ചെന്ന് നിന്നുകൊണ്ട് ഓരോന്ന് കാണണം. അള്ളാന്റെ റസൂല് അറഫയിൽ പ്രഭാഷണം നടത്തിയ പരിശുദ്ധമായ ജബലുർ റഹ്മ, ജബലുൻ നൂർ ഇല്ലേ, അതൊക്കെ ഒന്ന് കാണണം. അതൊക്കെ വല്ലാത്ത ഒരു അത്ഭുതമാണ്. അല്ലാഹുവേ, അവിടെ എത്താനും ചെല്ലാനും ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ജീവിതത്തിൽ ബറക്കത്ത് ചൊരിഞ്ഞു നൽകണേ റബ്ബേ. ആരാ ഇന്ന് കൊതിക്കുന്നത്? ഇന്നത് കാണാനും അവിടെ എത്താനും കൊതിക്കുന്നവർ വളരെ കുറവാണ്. കാരണം സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ, ആ സാമ്പത്തികം നഷ്ടപ്പെട്ടു പോകൂലേ? ആ സാമ്പത്തികം നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. എത്രയോ രൂപകൾ ഹോസ്പിറ്റലുകളുടെ ഉള്ളിൽ നമ്മൾ വാരിയെറിഞ്ഞു. എന്നാൽ ആ കഅബാലയത്തിന്റെ കില്ലയുടെ ചാര പോയിട്ടൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് റബ്ബേ, ക്യാൻസർ പോലത്തെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു പെണ്ണാണ് ഞാൻ, ക്യാൻസർ പിടിച്ചൊരു മനുഷ്യനാണ് ഞാൻ. അല്ലാഹ്, എന്റെ കുടുംബത്തിൽ അങ്ങനെ പലർക്കും രോഗമുണ്ട്. കഅബാലയത്തിന്റെ കില്ല പിടിച്ചൊന്ന് പൊട്ടി അങ്ങ് കരയുമ്പോ പെങ്ങളെ അല്ലാഹു ആ രോഗത്തിന് ശമനം തരുന്നതാണ്. കഅബയുടെ കില്ല പിടിച്ചിട്ടൊന്ന് ദുആ ചെയ്യാൻ പറഞ്ഞുണ്ടല്ലേ, വെറുതെ ഇങ്ങനെ തേരാപ്പാര നടന്നിട്ട് കാര്യമില്ല. ഒരു കാര്യമില്ല. അള്ളാഹു തന്ന സമയത്ത് പോകാനുള്ള മനസ്സുണ്ടാകണം. അതിന് എന്റെ പാസ്പോർട്ട് ശരിയായില്ലെന്ന് പറഞ്ഞ ഒരു കാര്യം, അതിനുവേണ്ടി പരിശ്രമിക്കണം. പരിശ്രമിക്കണം. അടുത്ത കൊല്ലം ഉസ്താദെ ഓക്കെ ഞാൻ ഉണ്ടാവും. ചില ആളുകൾ പറയും ചില ആളുകൾ ഇങ്ങനെ വിളിച്ചിട്ട് ഇപ്പൊ അടുത്ത് തന്നെ ഒരാൾ വിളിച്ചു, ഒരു മാമ എന്ന് വെച്ചാൽ കുറച്ച് വയസ്സായ ഒരാള്. അസ്സലാമു അലൈക്കും. ആരാണ്? അത് ഉസ്താദെ ഞാൻ കോട്ടയത്ത് നിന്ന്. ആയിക്കോട്ടെ, എന്താണ് ഇപ്പൊ വിശേഷം? ഉസ്താദ് ഉംറയ്ക്ക് പോകുന്നു. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്, ഇവരുന്ന് മാർച്ച് 3 പോകുന്നുണ്ട്. ആയിക്കോട്ടെ, അടുത്ത പ്രാവശ്യം ഞാൻ ഉസ്താദ് പോകണം. ഞാൻ വിചാരിച്ചു ഇപ്പൊ ഇപ്രാവശ്യത്തെ കാര്യം അടുത്ത പ്രാവശ്യം ഈ മൂപ്പിലുണ്ടാവും എന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഉണ്ടാവും എന്ന് പറയാൻ പറ്റൂല. നാളെ ഞാൻ ഉണ്ടാവും എന്ന് പറയാൻ പറ്റൂല. ഒരു മനുഷ്യർക്കും അത് പറയാൻ കഴിയില്ല. ഒരു മനുഷ്യർക്കും പറയാൻ കഴിയില്ല. അല്ലാഹുവേ, പക്ഷേ സമ്പത്തിണ്ടായിട്ടും അടുത്തൊരു കൊല്ലത്തേക്ക് മാറ്റിവെക്കുന്നവർ, ഞാൻ പറയുന്നു അടുത്ത ഒരു കൊല്ലം നിങ്ങളുടെ കാല് തളർന്നാ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ആരോഗ്യം പോയാൽ എന്ത് ചെയ്യും? നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് അള്ളാഹു സമ്പത്ത് തരുമ്പോ അതിന്റെ അല്പമെങ്കിലും എടുത്ത് മാറ്റിവെക്കണം. ഉമ്മമാരിപ്പോ ഇങ്ങനെ കയ്യിലൊക്കെ നോക്കും, പടച്ചോനെ ആകപ്പാടെ ഒരു വളയുള്ളൂ. ആയിക്കോട്ടെ, നിങ്ങൾ നാളെ മരിച്ചോമ്പോ ഈ വളയൊന്നും മക്കളുടെ കൊണ്ട് വിടൂല. അള്ളാഹ് എന്റെ ഉമ്മല്ലേ, എന്റെ ഉമ്മല്ലേ, അള്ളാഹ് എന്റെ ഉമ്മ മരിച്ചുപോയി, ഈ വള ഉമ്മ ടോളിമ്മ ആരെങ്കിലും. ഉമ്മാന്റെ കാതിൽ ഇങ്ങനെ നോക്കുമ്പോ ഉമ്മാന്റെ കാതിലില്ല, ഒന്നുമില്ല, ചെറിയൊരു ഹോള് മാത്രമേ ഉള്ളൂ. അള്ളാഹുവേ, ഒരു കമ്മലുണ്ട് ഉമ്മാന്റെ കാതിൽ കിടന്നോട്ടെ. മരണപ്പെട്ട് കിടക്കുന്ന ഉമ്മക്ക് കമ്മല്, മാല, വള ആരെങ്കിലും കൊടുക്കില്ല. 2 3 ഞാൻ നിങ്ങളോട് അങ്ങനെ പോ 2 3 കൊടുത്തിട്ട് പൊക്കോളിയും പൊന്നാരും ഉമ്മമാരെ. പരിശുദ്ധമായ മക്കത്തും മദീനത്തും ജീവിതത്തിൽ അതൊരു ഭാഗ്യല്ലേ, അതൊരു സന്തോഷാണ്. ഒരു വട്ടം നമ്മളോട് പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പോകാൻ മനസ്സിങ്ങനെ കൊതിക്കും. ഒരു പ്രാവശ്യം പോയി വന്നാൽ ഇല്ലേ, അതേസമയം ഇവിടെ ഹോസ്പിറ്റലുകളുടെ ഉള്ളിൽ ലക്ഷങ്ങൾ വാരിയെറിഞ്ഞു, അതുപോലെ മറ്റുള്ളവർക്ക് നമ്മൾ കാശുകൾ വാരിയെറിഞ്ഞു ഇല്ലേ. അതുകൊണ്ടാണ് നമ്മൾ മനസ്സ് കൊടുക്കാൻ പറയുന്നത്. നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നമ്മൾ കടക്കുമ്പോ അള്ളാന്റെ സഹായം നമ്മളിൽ ഉണ്ടാകും. അള്ളാഹുവിന്റെ സഹായം നമ്മൾ ഉണ്ടാകും. നല്ല നീയത്തോടെ നല്ല മനസ്സോടുകൂടി നിങ്ങൾ പോകാൻ വേണ്ടി മനസ്സ് കാണിച്ചാൽ അതൊരു സന്തോഷമാണ്, അതൊരു സൗഭാഗ്യമാണ്. ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തരുന്നൊരു നേട്ടം അല്ലേ. പാവങ്ങളായ ആളുകൾ പരിശുദ്ധമായ മക്കത്തു പോകാൻ, മദീനത്തു പോകാൻ കൊതിച്ചു കൊതിച്ച് കാത്തിരിക്കുന്നവരുണ്ട്. പക്ഷേ സാമ്പത്തികമില്ല, കുറവാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ, അതിനെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്, സഹകരിച്ചവരുണ്ട്, അവർക്ക് വേണ്ടി കൊടുത്തവരുണ്ട്. അങ്ങനെ എത്ര ആളുകളാണ്. അല്ലാഹ്, നീ ഞങ്ങളെ മുഴുവനും രക്ഷപ്പെടുത്തണേ. അല്ലാഹ്,
ഞങ്ങളെ കബൂലാക്കണേ റബ്ബേ. സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാൻ, പരിശുദ്ധമായ മക്കയും മദീനയും കാണാൻ അല്ലാഹുവേ ഈ മജ്ലിസിൽ സംഗമിച്ച ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ റബ്ബേ. രോഗങ്ങൾ കൊടുത്ത്, പ്രയാസങ്ങൾ കൊടുത്ത് സങ്കടത്തിലാക്കല്ല അല്ലാ. ഞങ്ങളുടെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവർ, അതിനോട് നിന്നുകൊണ്ട് സ്വലാത്തുകൾ ചൊല്ലിയവർ, ദിക്ർ ചൊല്ലിയവർ, അല്ലാ ഈ മജ്ലിസിന് സമയം കണ്ടെത്തിയവർ, അവര് പലരും രോഗങ്ങളായി കിടക്കുന്നവരുണ്ട്. കാലിൽ മുറിവുള്ളവരുണ്ട്, വെരിക്കോസിന്റെ രോഗമുള്ളവരുണ്ട്, കണ്ണിന് കാഴ്ച കുറഞ്ഞവരുണ്ട്, മാനസികമായി തളർന്നവരുണ്ട്. അതുപോലെ റബ്ബേ സങ്കടപ്പെടുന്നവരെ സഹായിച്ചവരുണ്ട്, വേദനകൾ കണ്ടറിഞ്ഞവരുണ്ട്. അവരാരെയും ജീവിതത്തിൽ നീ സങ്കടപ്പെടുത്തല്ല റബ്ബേ, വിഷമത്തിലാക്കല്ല റബ്ബേ, ദുഃഖത്തിലാഴ്ത്തല്ല പടച്ചവനെ. അല്ലാ അവർക്കൊരു രോഗങ്ങൾ കൊടുക്കല്ലേ റബ്ബേ, ഒരു വിഷമങ്ങൾ കൊടുക്കല്ല അല്ലാ. നല്ലതുപോലെ കടന്നുപോയി നല്ലതുപോലെ ഉംറകൾ നിർവഹിച്ച് മടങ്ങി വരാ നീ തൗഫീക്ക് പ്രദാനം ചെയ്യണേ റബ്ബേ. അവിടം വരെ ചെന്നിട്ട് രോഗമായി കിടക്കുന്നവരവസ്ഥ നീ വെക്കല്ലേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന, ഞങ്ങളുടെ മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്ന ഒരാളെയും നീ പാഴാക്കല്ല അല്ലാ, നീ പാഴാക്കല്ല അല്ലാ. ബിഹഖ്ഖി നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി